ഹായ് ഓൾ. അപ്പോൾ നമ്മൾ 2023 നമ്മളൊരു 10 PYQ ഷിഫ്റ്റ് 2ൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 10 PYQയിലേക്കാണ് നമ്മൾ വരുന്നത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്യുന്നത് ഏഞ്ചൽ കർവുമായിട്ടാണ്. എന്താണ് ഏഞ്ചൽ കർവ്? ബേസിക്കലി ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത് പറയുന്നത്, ഏഞ്ചൽ കർവ് പറയുന്നത് അല്ലേ. കൺസംഷൻ ഓൺ ദി ഫുഡ് ഐറ്റംസ് ആണ് എന്ത് പറയുന്നത്, ഏഞ്ചൽ കർവിൽ നമ്മൾ പറയുന്നത് അല്ലേ. ഇൻകം കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുഡ് ഐറ്റംസിൻ്റെ മുകളിൽ എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ ഇൻകം കുറയുന്ന സമയത്ത് നമ്മുടെ ഫുഡ് ഐറ്റംസ് എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യാൻ റെഡിയാണ്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏഞ്ചൽ കർവിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ഏഞ്ചൽ കർവ് ഈസ് അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ് ഏഞ്ചൽ കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഗുഡിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻഫീരിയർ ഗുഡ് എന്ന് പറയാം അല്ലെ. വളരെയധികം താഴ്ന്ന ലോക്കൽ ആയിട്ടുള്ള ഗുഡിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻഫീരിയർ ഗുഡ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻകം കൂടുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ടത്തേതിൽ നിന്ന് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15,000 ആണ് നിങ്ങൾ മന്ത്ലി സാലറി വാങ്ങിയിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാണ്, നാളെ മുതൽ നിങ്ങൾക്കൊരു 40,000 ഇൻകം തരാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, നമ്മുടെ പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇൻകം കൂട്ടി തരാമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, പണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ലോക്കലൈസ് ചെയ്തിട്ടുള്ള ഗുഡ്സിന് പകരം എന്ത് ചെയ്യും, അതിൻ്റെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള എന്ത് ചെയ്യും, ക്വാളിറ്റി കൂടിയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ഗുഡ്സിനെ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, ഇൻകം കൂടുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നുണ്ടാവുക, നമ്മുടെ എന്താണ് ഫുഡ് ഐറ്റംസിൻ്റെ മുകളിലുള്ള അതായത് ഹൈലി എന്ത് ചെയ്യാണ്, സുപ്പീരിയറൈസ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ മുകളിലുള്ള എന്ത് കൂടാനുള്ള സാധ്യതയുണ്ട്, കൺസംഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ മുകളിലുള്ള കൺസംഷൻ എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഇൻകവും അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ മുകളിലുള്ള കൺസംഷനും തമ്മിൽ എന്തായിരിക്കും, ഏഞ്ചൽ കർവ് പ്രകാരം എന്തായിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. എന്തായിരിക്കും, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ മുകളിലുള്ള നമ്മുടെ കൺസംഷൻ എന്താണ്, കുറയാണ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ദെൻ എന്താണ് നോർമൽ ഗുഡ്, നമ്മൾ നോർമലായിട്ട് വാങ്ങുന്ന ഗുഡ്സിൻ്റെ മുകളിൽ എന്തായിരിക്കും, ഇൻകം കൂടുന്ന സമയത്ത് എന്തായിരിക്കും, നോർമൽ ഗുഡ് എന്തായിരിക്കും, നമ്മൾ കൂടുതൽ വാങ്ങാൻ നോക്കും അല്ലേ. അതുപോലെ തന്നെ എന്തായിരിക്കും, ഇൻകം കുറയുന്ന സമയത്ത് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടാവുക. അപ്പം നോർമൽ ഗുഡിൻ്റെ കേസിൽ എന്തായിരിക്കും, ഏഞ്ചൽ കർവ് എന്തായിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കില്ല, മറിച്ച് അത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. കാരണം ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ദി കൺസംഷൻ ഓൺ ദി നോർമൽ ഗുഡ്സ് അല്ലേ. എന്തായിരിക്കും, ഇൻകം കൂടുമ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ മുകളിലുള്ള കൺസംഷൻ കൂടുന്നു, ഇൻകം കുറയുന്ന സമയത്ത് നോർമൽ ഗുഡ്സിൻ്റെ മുകളിലുള്ള കൺസംഷൻ കുറയാണ് ചെയ്യുക. സോ ഇവിടെ എന്താണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്വേർഡ് അല്ല വേണ്ടത്, ശരിക്കും ഡൗൺവേർഡ് ആണ് വേണ്ടത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കലും ഡൗൺവേർഡ് അല്ല വേണ്ടത്, മറിച്ച് അപ്വേർഡ് ആണ് വേണ്ടത് അല്ലേ. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാണ് ഇൻകറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫാൾസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആസ് പെർ ദ മാർഷൽ ലേണർ കണ്ടീഷൻ ഫോർ ദ ട്രേഡ് ബാലൻസ് ടു ഇംപ്രൂവ് ഫോളോയിങ് ഡിപ്രിസിയേഷൻ ഓഫ് ദി കറൻസി. നമുക്കറിയാം, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ തിയറീസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മാർഷൽ ലേണർ കണ്ടീഷനെ പറ്റി പഠിക്കാണ്ട്, പിന്നെ അബ്സോർപ്ഷൻ അപ്രോച്ചിനൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി ഒരു മാർഷൽ ലേണർ കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഡിവാലുവേഷൻ വിൽ ഇംപ്രൂവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. എന്താണ് പറയുന്നത്, മാർഷൽ ലേണർ കണ്ടീഷൻ എന്താ പറയുന്നത്, ജസ്റ്റ് എ മിനിറ്റ്. യെസ്, devaluation will improve the balance of payment. Devaluation will improve the balance of payment when price elasticity of sum of the price elasticity of export and import is greater than 1 അല്ലേ. ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, ഡിവാലുവേഷൻ എന്തിലേക്ക് നയിക്കുന്ന പറയുന്നത്, എന്തിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് എന്തിലേക്ക് നയിക്കും, ഡെഫിസിറ്റിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ ആണെങ്കിലും ഡിവാലുവേഷൻ ആണെങ്കിലും വിൽ ഇംപ്രൂവ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ്, വിൽ ഇംപ്രൂവ് ദ ട്രേഡ് ബാലൻസ് എന്തിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്, മാർഷൽ ലേണർ കണ്ടീഷൻ പ്രകാരം എന്തായിരിക്കും, ദ സം ഓഫ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അല്ലേ, സം ഓഫ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നുണ്ടാവുക, ഡിപ്രിസിയേഷൻ വിൽ ഇംപ്രൂവ് ദ ട്രേഡ് ബാലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറയാം. ലെസ് ദാൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക, അതെന്തിലേക്ക് നയിക്കും, വീണ്ടും ഡെഫിസിറ്റിലേക്ക് നയിക്കാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ 3, ലീനിയർ റിഗ്രഷൻ മോഡൽ എന്താണ് പറയുന്നത്, ലീനിയർ ഇൻ എക്സ്പ്ലനറ്ററി വേരിയബിൾ ബട്ട് may not be in the linear in the parameter. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ലീനിയർ ഇൻ റിഗ്രഷൻ മോഡലിൽ എന്താണ്, ലീനിയർ ഇൻ പാരാമീറ്റർ ആണ് വേണ്ടത്, അല്ലാതെ ഒരിക്കലും എക്സ്പ്ലനറ്ററി വേരിയബിൾ അല്ല. അതായത് എക്സ് എന്താണ്, എക്സ് സ്ക്വയർ ആയാലും അതുപോലെ തന്നെ എന്താണ്, എക്സ് ക്യൂബ് ആയാലും എന്തില്ല, നമുക്ക് പ്രശ്നമല്ല. എന്നാൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ β0 അതുപോലെ തന്നെ β1 അതുപോലെ തന്നെ β3 ഇവർക്ക് എന്ത് ചെയ്യണം, ആക്ച്വലി ലീനിയർ ആയിരിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ലീനിയർ റിഗ്രഷൻ മോഡൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അതായത് എക്സ് ഇപ്പോൾ എക്സ്പ്ലനറ്ററി വേരിയബിൾ ആയിട്ടുള്ള എക്സ് സ്ക്വയർ ആയാലും എക്സ് ക്യൂബായാലും ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, മറിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ പാരാമീറ്റേഴ്സ് എന്തായിരിക്കണം, ലീനിയർ ആയിരിക്കണം. അതൊരിക്കലും ഇതിൻ്റെ സ്ക്വയർ ക്യൂബ് ആവാൻ പാടില്ല. ഇതാണ് ലീനിയർ ഇൻ റിഗ്രഷൻ മോഡൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ
ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ഇൻ എക്സ്പ്ലനറ്ററി വേരിയബിൾ ബട്ട് നോട്ട് ഇൻ ദി ലീനിയർ ഇൻ പാരാമീറ്റർ. ഇതെന്താണ്? തെറ്റാണ്. നോൺ ലീനിയർ ഇൻ ദി പാരാമീറ്റർ, അതെന്താണ്? തെറ്റാണ്. ദെൻ ലീനിയർ ഇൻ ദി പാരാമീറ്റർ ആൻഡ് മസ്റ്റ് ബി ലീനിയർ ഇൻ ദി വേരിയബിൾ, തെറ്റാണ്. ലീനിയർ ഇൻ പാരാമീറ്റർ ആൻഡ് മെയ് നോട്ട് ബി ലീനിയർ ഇൻ ദി വേരിയബിൾസ് സൈസ് അല്ലേ? എന്താണ്? പാരാമീറ്ററുമായിട്ട് ലീനിയർ ആയാൽ മതി, അല്ലാതെ എക്സ്പ്ലനറ്ററി വേരിയബിളുമായിട്ട് എന്ത് ചെയ്യണം? ലീനിയർ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പാരാമീറ്ററായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ലീനിയർ റിഗ്രഷൻ മോഡൽ പ്രകാരം എന്ത് ചെയ്താൽ മതി? ലീനിയർ ആയാൽ മതി. അല്ലാതെ എക്സ്പ്ലനറ്ററി വേരിയബിളുമായിട്ട് എന്ത് ചെയ്യേണ്ട? ഇപ്പോൾ എക്സ് ഇപ്പോൾ സ്ക്വയർ ആയാലും ക്യൂബ് ആയാലും ഒന്നും പ്രശ്നമല്ല. പാരാമീറ്റേഴ്സിനോട് എന്ത് ചെയ്താൽ മതി? ലീനിയർ ആയിട്ട് ഇരുന്നാൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ അസംഷൻസ് പറഞ്ഞു പോകുന്ന സമയത്ത് ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുമ്പോൾ അത് പാരാമീറ്റർ ആയിട്ടാണ് ലീനിയർ ആവേണ്ടത്, അല്ലെങ്കിൽ എക്സ്പ്ലനറ്ററി വേരിയബിളുമായിട്ടാണ് ലീനിയർ ആവേണ്ടത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകരുത്, പാരാമീറ്ററുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ലീനിയർ ആവേണ്ടത്. ക്ലിയർ? Then fourth question. Suppose the correlation coefficient between the two variable x and y 0.6. What is the proportion of the variation in the y is explained by the variation in the x? ഇവിടെ നമുക്ക് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ എക്സ്പ്ലനറ്ററി വേരിയബിൾ ആയിട്ടുള്ള എക്സ് എത്രത്തോളം നമ്മുടെ വൈനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് വിളിക്കാം. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വിളിക്കാം ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എക്സ്, നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലനറ്ററി വേരിയബിൾ ആണ്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ? വൈ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ? അപ്പോൾ വൈൻ്റെ എല്ലാ മാറ്റത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? വൈ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വൈയിൽ മാറ്റം വരുത്തുന്നത്, എന്നാൽ എക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വൈയിലെ മാറ്റത്തിന് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? കാണുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആർ സ്ക്വയർ യൂസ് ചെയ്യുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആർ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ ആർ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കോഎഫിഷ്യന്റ് കോറിലേഷൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 0.6ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ കിട്ടും. 0.6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 0.36 ആണ്. ഈ 0.36 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈയിലുണ്ടായിട്ടുള്ള മാറ്റത്തിൽ 36% എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? എക്സ് ആണ്. അതായത് നമുക്കറിയാം വൈയിലുണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ 36% എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? എക്സ് ആണ്. എന്നാൽ ബാക്കി വരുന്നത് 36ൽ നിന്ന് എത്ര? ബാക്കി വരുന്ന മാറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? ബാക്കി വരുന്ന മാറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? ആരായിരിക്കും? വേറെ ഏതോ വേരിയബിളാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒമിറ്റഡ് വേരിയബിൾ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്? നമ്മുടെ എറർ ടേംസ് എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം യു ഐ എന്ന് പറയുന്ന ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആർ സ്ക്വയർ കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ എക്സ് എത്രത്തോളം വൈയിലുള്ള മാറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആർ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇവിടെ 0.6 ആണ് തന്നിട്ടുള്ളത്. അതിന് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ സ്ക്വയർ കാണാം. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.36 ആണ്. ദാറ്റ് മീൻസ് വൈയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ 36% എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? എക്സ് ആണെന്നാണ് കാണിക്കുന്നത്. ബാക്കി വരുന്ന 64% എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? ഒമിറ്റഡ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ എറർ ടേംസ് ആണ്, നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള വേരിയബിൾസ് ആണ്, യു ഐ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ആർ സ്ക്വയർ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യാണ്? 1 കിട്ടിയെന്ന് വിചാരിക്കുക. ആർ സ്ക്വയർ നമുക്ക് 1 കിട്ടിയെന്ന് വെച്ചാൽ എന്തായിരുന്നു? വൈയിലുണ്ടാവുന്ന മൊത്തം മാറ്റത്തെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? 100%, അത് 100% എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആരാണ്? എക്സ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? ആ വൈയിനെ ആരും എഫക്റ്റ് ചെയ്യുന്നില്ല. ഒമിറ്റഡ് വേരിയബിൾ ഒരു തരത്തിൽ എറർ ടേമോ അവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യാണ്? ആർ സ്ക്വയർ നമുക്ക് കംപ്ലീറ്റ്ലി 0 ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? വൈയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ ആരും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എക്സ് അല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, മറിച്ച് എന്താണ്? നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള, നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എറർ ടേമുകളാണ് എന്ത് ചെയ്യുന്നത്? വൈയിലുണ്ടായിട്ടുള്ള മൊത്തം മാറ്റത്തെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആർ സ്ക്വയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കാം, ആർ സ്ക്വയർ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ത് കണ്ടാൽ മതി? സ്ക്വയർ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ കിട്ടും. കോറിലേഷൻ കോഎഫിഷ്യന്റ് സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ കിട്ടും. ഈ ആർ സ്ക്വയർ ഉദ്ദേശിക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ? എക്സ് എത്രത്തോളം വൈനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർ സ്ക്വയർ എന്ന് പറയും. ആർ സ്ക്വയർ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? Then fifth question. Arrange the following chronological order starting with the earliest. അതായത്
ഏതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, നമുക്കറിയാം അബ്സല്യൂട്ട് നമ്മൾ ആ ഒരു തിയറി പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ആലോചിച്ചാൽ മതി അല്ലേ. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു, ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിൽ ആദ്യം നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, മെർക്കന്റിലിസം ആണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് അല്ലേ. മെർക്കന്റിലിസം ആണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് അല്ലേ. സെക്കൻഡ് നമ്മൾ എന്താ പഠിച്ചു, ആഡം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പഠിച്ചു അല്ലേ. ദെൻ തേർഡ് നമ്മൾ എന്ത് പഠിച്ചു, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പഠിച്ചു അല്ലേ. എന്താണ്, ഡേവിഡ് റിക്കാർഡോന്റെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പഠിച്ചു. ദെൻ ഫോർത്ത് വൺ നമ്മൾ എന്ത് പഠിച്ചു, ഹെക്ഷർ ഓയിൽ മോഡൽ അല്ലേ. ഫോർത്ത് വൺ നമ്മൾ എന്ത് പഠിച്ചു, ഹെക്ഷർ ഓയിൽ മോഡൽ പഠിച്ചു. ദെൻ ആണ് ഫിഫ്ത്ത് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂ ട്രേഡ് തിയറീസ് ആയിട്ടുള്ള ലീമർ ആൻഡ് ട്രഫ്ലൻ്റെ ലിന്തർ ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ ഗ്രാവിസിൻ്റെ അവൈലബിലിറ്റി തിയറി, അതിൽ തന്നെ ഹെക്ഷർ ഓയിൽ മോഡലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ലിയോണ്ടി പാരഡോക്സ്, അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സൽ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് എന്താണ്, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. പിന്നാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, അതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത് അല്ലേ. എഗെയിൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഹെക്ഷർ ഓയിൽ മോഡലാണ് വരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഹെക്ഷർ ഓയിൽ മോഡൽ വരുന്നത് അല്ലേ. മറ്റത് രണ്ടും 2-2-2 മോഡലാണെങ്കിൽ 2-2-2-1 മോഡൽ അല്ലേ. അബ്സല്യൂട്ടും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്താണ്, 2-2-1 മോഡലാണ് അല്ലേ. 2 countries 2 commodities 1 factors ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഹെക്ഷർ ഓയിൽ മോഡലാണെങ്കിൽ 2-2-2-2 മോഡലാണ് അല്ലേ. 2 countries 2 factors ഓഫ് പ്രൊഡക്ഷൻ, പിന്നെന്താണ് 2 കമ്മോഡിറ്റീസ് ആണ് വരുന്നത് അല്ലേ. പിന്നെ ഹെക്ഷർ ഓയിൽ മോഡൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ന്യൂ ട്രേഡ് തിയറീസ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സി ആണ് ആദ്യം വരുന്നത് അല്ലേ. സി ആദ്യം വരുന്നത് ഫോർത്ത് വൺ ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സി, ഡി, പിന്നെ ബി, എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു കാലഘട്ടം കൂടെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മെൻഷൻ ചെയ്യാം അല്ലേ. ഓക്കെ ഫൈൻ. എന്തായിരിക്കും വരുന്നുണ്ടാവാം, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് വരുന്നത് ഏതിലാണ്, അബ്സല്യൂട്ട് ഇൻകം അല്ല, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അബ്സല്യൂട്ട് ഇൻകം തന്നെ വരുന്നത്. അബ്സല്യൂട്ട് ഇൻകം JM കെയ്ൻസിൻ്റെ ആണ് കേട്ടോ, എനിക്ക് ബൈ മിസ്റ്റേക്ക് വരുന്നതാണ്. അബ്സല്യൂട്ട് ഇൻകം എന്ന് പറയുന്നത് JM കെയ്ൻസ് ആണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയാണ്, തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് അല്ലേ. അപ്പോൾ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എപ്പോഴാണ് വരുന്നത്, 70-76 അല്ലേ. 70-76 ആരാ കൊണ്ടുവന്നിട്ടുള്ളത്, 70-76 ആരാ കൊണ്ടുവന്നിട്ടുള്ളത്, ആഡം സ്മിത്ത് ആണല്ലേ. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ അല്ലേ. പിന്നാണ് നമ്മുടെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഏതിൽ വരുന്നത്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഏതിലാണ്, 87-ലാണല്ലേ. ഡേവിഡ് റിക്കാർഡോ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് മറന്നു പോകരുത്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആഡം സ്മിത്ത് ആൻഡ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഡേവിഡ് റിക്കാർഡോ. 87-ൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സേഷൻ കേട്ടോ, പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സേഷൻ. ദെൻ ഹെക്ഷർ ഓയിൽ മോഡൽ 1919 ഏലി അക്ഷറും പിന്നെ അതുപോലെ തന്നെ എന്താണ് 1933 എന്താണ് ബേർട്ടിൽ ഓയിൽ അല്ലേ. ഇവർ ചേർന്നിട്ടാണ് ഹെക്ഷർ ഓയിൽ മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. ഹെക്ഷർ ഓയിൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച ആളുകളുടെ പേരിലാണ് ആ തിയറി അറിയപ്പെടുന്നത്, അല്ലാതെ ഇത് വേറെ എന്തോ വലിയ സംഭവം എന്നല്ല. ബേർട്ടിൽ ഓയിലും അതുപോലെ തന്നെ ബേർട്ടിൽ ഓയിലും ഏലി അക്ഷറും കൂടി ചേർന്നിട്ടാണ് ഹെക്ഷർ ഓയിൽ മോഡൽ, അതായത് ഫാക്ടർ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഫാക്ടർ അബൻഡന്റ് ഫാക്ടർ എൻഡോമെന്റ് തിയറി ഇന്റർനാഷണൽ ട്രേഡ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഫാക്ടർ പ്രൊപ്പോസിഷൻ തിയറി എന്നും ഫാക്ടർ അബൻഡന്റ് തിയറി എന്നും ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നും ഹെക്ഷർ ഓയിൽ മോഡൽ എന്നും ഇതിനറിയപ്പെടും കേട്ടോ. ഹെക്ഷർ ഓയിൽ മോഡൽ മാറിപ്പോയത്. അപ്പോൾ ബേസിക്കലി എന്താണ് 1990 ആൻഡ് 1933. പിന്നെ ലിയോണ്ടിഫ് അല്ലേ, വാസ്ലി ലിയോണ്ടിഫ് ആണ് വരുന്നത് 1953 എന്ത് ചെയ്യാണ്, ഹെക്ഷർ ഓയിൽ മോഡലിനെ ക്രിറ്റിസൈസ് ചെയ്യാണ്. കാരണം എന്താണ്, ഹെക്ഷർ ഓയിൽ മോഡൽ എന്താ പറയുന്നത്, ഒരു കൺട്രിയെ സംബന്ധിച്ചോളം ആ കൺട്രിക്ക് അബൻഡന്റ് ഫാക്ടർ ഏതാണോ വരുന്നത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡിനെ ആയിരിക്കും ആ കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അതുപോലെ തന്നെ സ്കെയർ ആയിട്ടുള്ള ഫാക്ടർ വരുന്ന ഗുഡ്സിനെ അവരെന്ത് ചെയ്യും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ആര് പറയുന്നത്, നമ്മുടെ ഹെക്ഷർ ഓയിൽ പറയുന്നത് അല്ലേ. എന്താ വാസ്ലി ലിയോണ്ടിഫ് 1953 പറയുകയാണെന്ത്, അമേരിക്ക US എന്ത് ചെയ്തിട്ടുണ്ട്, US എന്താണ് ക്യാപിറ്റലാണ് അബൻഡൻ്റ് ആയിട്ടുള്ളത് US, എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്താണ് വൈ പ്രൊഡ്യൂസ് ചെയ്യാതെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡാണ് എന്ത് ചെയ്യുന്നത് USA എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അതെന്ത് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ലോകത്തിലെ മൊത്തം എന്ത് ചെയ്യാണ് ലേബേഴ്സിനെ നോക്കുന്ന സമയത്ത് എന്താണ് വെറും 5% മാത്രമാണ് US ലേബർ ഫോഴ്സ്. എന്നാൽ ആ 5%ൽ നിന്ന് ഏകദേശം വേൾഡ് ഇൻകത്തിലേക്ക് 25% ഓഫ് വേൾഡ് ഇൻകം കൊടുക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, US പറ്റുന്നുണ്ട്. കാരണം എന്താണ്
US-ലെ ലേബർ എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള കൺട്രീസിനേക്കാൾ എന്താണ് 5 മടങ്ങ് പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ളതാണ് ലിയോണ്ടിഫ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1953 അല്ലേ. അപ്പോൾ ഇതാണ് ലിയോണ്ടിഫ് പാരഡോക്സിലൂടെ നമ്മൾ കാണുന്നത്. അതായത് ഏലി എക്ഷറും അതുപോലെ തന്നെ ബേർട്ടിൽ ഓയിലും പറയുന്നത് എന്താണ്, ഒരു കൺട്രി എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ അബൻഡൻ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വൈ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഒരു കൺട്രി ലേബർ അബൻഡൻ്റ് കൺട്രി ആണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എഡ്സ് എന്ത് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇവിടെ നമ്മുടെ ലിയോണ്ടിഫ് എന്താ പറയുന്നത്, US എന്താണ് ക്യാപിറ്റൽ അബൻഡൻ്റ് കൺട്രിയാണ്, എന്നാൽ അത് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, എഡ്സ് എന്ന് പറയുന്ന കുട്ടിനെയാണ്. കാരണം എന്താണ്, അവിടുത്തെ ലേബേഴ്സ് എന്താണ്, വേൾഡിലത്തെ മൊത്തം ലേബേഴ്സിനെ നോക്കുമ്പോൾ 5% ഉള്ളൂ. എന്നാൽ വേൾഡ് ഇൻകത്തിലെ 5% നിന്ന് ഏകദേശം 25% ഓഫ് വേൾഡ് ഇൻകം ആർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു US-ലുള്ള 5% ഓഫ് ലേബറിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ വാസ്ലി ലിയോണ്ടിഫ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം, കാലഘട്ടം മനസ്സിലാക്കി വെക്കുക. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആയതാണ് ആഡം സ്മിത്ത് 76 ആണ്. ആൻഡ് എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ആണ്. ദെൻ സെക്കൻഡ് എന്താണ്, ഡേവിഡ് റിക്കാർഡിൻ്റെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആണ്. 87 പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സേഷൻ. പിന്നെയാണ് എന്ത് വരുന്നത്, നമ്മുടെ എക്ഷർ ഓയിൽ മോഡലായിട്ടുള്ളത് ഏലി എക്ഷറിന് 1990 ഏലി എക്ഷർ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് ബേർട്ടിൽ ഓഹിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 1933 എന്ത് ചെയ്തു, അതിൻ്റെ കണ്ടിന്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് 2 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ ലിയോണ്ടിഫ് പാരഡോക്സ് വാസ്ലി ലിയോണ്ടിഫ് ആണ്, 1953 അവരെന്താ പറയുന്നത്, US എന്ത് ചെയ്യുന്നുണ്ട്, ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സിന് എന്ത് ചെയ്യുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4 is a correct answer. Okay. Fifth question, general equilibrium is attained in the economy when the demand is equal to the supply in all the market simultaneously. നമ്മുടെ വാൽറാസിയം എന്താണ്, ജനറൽ ഈക്വിലിബ്രിയത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അബ്സല്യൂട്ട് എന്താണ്, കറക്റ്റ് ആണ്. കാരണം എന്താണ്, ജനറൽ ഈക്വിലിബ്രിയം പ്രകാരം എന്താണ്, ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ ഇൻ ഓൾ ദ മാർക്കറ്റ് സൈമൾട്ടേനിയസ്ലി എന്താണ്, ജനറൽ ഈക്വിലിബ്രിയത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ. ദെൻ ജനറൽ ഈക്വിലിബ്രിയം മോഡൽസ് റിലേറ്റീവ് വിത്ത് പ്രൈസസ് കനോട്ട് ബി ഡിറ്റർമിൻ. ഒരിക്കലും നമുക്ക് കനോട്ട് ബി ഡിറ്റർമിൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ്, ജനറൽ ഈക്വിലിബ്രിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും നമുക്ക് കനോട്ട് ഡിറ്റർമിൻ എന്ന് നമുക്ക് വാൽറാസിയം ജനറൽ ഈക്വിലിബ്രിയത്തിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റും ആണ്. സോ ഇതിൽ 3 ആണ് ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 3 is a correct answer. 7th question എഗെയിൻ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. സോ നമുക്ക് പെട്ടെന്ന് നോക്കാം. ക്യൂ റേഷ്യോ, ടോബിൻ ക്യൂ റേഷ്യോ നമുക്കറിയാം, ടോബിൻ ആണ്. ക്യൂ റേഷ്യോ ടോബിൻ ക്യൂ ആണ് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ ബി എന്താണ്, 4 ആണ് അല്ലേ, ബി 4 ആണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാം, ബി 4 ആണ്. ബി 4 ആയിട്ട് വരുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. സോ 2ഉം അതുപോലെ തന്നെ 3യും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദെൻ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, MEC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ ഈൽഡ് എക്സ്പെക്ട് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് റിലേറ്റഡ് ടു JM കെയ്ൻസ് ആണ് കേട്ടോ. JM കെയ്ൻസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. സോ ബി എന്ന് പറയുന്നത് എന്താണ്, സി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സി എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്നത്. എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എ. ന്യൂ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ജോർഗൻസൺ ആണ്. ചിലപ്പോൾ ഇത് അറിയാൻ നിങ്ങൾക്ക് സാധ്യതയില്ല, എങ്കിൽ കൂടെ ബാക്കിയുള്ള 3 വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ടോബിൻ ക്യൂ റേഷ്യോ എന്നുള്ളത് നമ്മൾ റിപ്പീറ്റ്ലി കുറേ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ തിയറി എന്ന് പറയുന്നത് ടോബിൻ ക്യൂ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്നത് 4 ആണ് നമുക്കറിയാം. ദെൻ എന്താണ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കെയ്ൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. മൾട്ടിപ്ലർ ആക്സിലറേറ്റർ മോഡൽ എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾസണിനാണ്. സോ നമുക്കറിയാം മൾട്ടിപ്ലർ മോഡൽ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഇൻകത്തിൻ്റെ ജനറേഷനിൽ മൾട്ടിപ്ലർ എമൗണ്ട് എത്രത്തോളം നമ്മുടെ മൾട്ടിപ്ലർ എമൗണ്ട് ഇൻകത്തിൻ്റെ ജനറേഷൻ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ മൾട്ടിപ്ലറിൽ ആര് പറയുന്നത്, കെയ്ൻസ് പറയുന്നത് അല്ലേ. എന്നാൽ ആക്സിലറേറ്ററിൽ JB ക്ലാർക്ക് എന്താ പറയുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇൻകം ഉണ്ടാക്കുന്നത്, മറിച്ച് ഇൻകമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. ആദ്യം ഇൻകം ഉണ്ടാവുന്നു, പിന്നീടാണ് ആ ഇൻകത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഇൻകം ഉണ്ടാകുമ്പോൾ കൺസംഷൻ ഉണ്ടാവും, കൺസംഷൻ കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, ആളുകൾ എന്ത് ചെയ്യും, അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുക. ഇതാരാ പറയുന്നത്, JB ക്ലാർക്ക് ആട്ടോ. JB ക്ലാർക്ക് കേട്ടോ. JB ക്ലാർക്ക്. അപ്പോൾ ഈ ആക്സിലറേറ്ററിനെയും അതുപോലെ തന്നെ മൾട്ടിപ്ലറിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, മൾട്ടിപ്ലർ ആക്സിലറേറ്റർ മോഡൽ എന്ന് പറയുന്നത്. അതായത് എല്ലാം കണക്റ്റഡ് ആണ്. ആദ്യം എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഉണ്ടാക്കുന്നു, ആ ഇൻകം എന്ത് ചെയ്യുന്നു, പിന്നീടും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയി കാണിച്ചു. അപ്പോൾ ഇത് 3ഉം കണക്റ്റഡ് ആണ്. ആദ്യം എന്തുണ്ടാവുന്നു,
ആദ്യം എന്തുണ്ടാകുന്നു? ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുക അല്ലേ? ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു? അത് ഇൻകം ഉണ്ടാക്കുന്നു അല്ലേ? അത് ഇൻകം ഉണ്ടാക്കുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? ആ ഇൻകം എന്ത് ചെയ്യുന്നു? വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ മൾട്ടിപ്ലയറിനെയും ആക്സിലറേറ്ററിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്? സാമുവൽസൺ ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? 3 ആണല്ലേ? ഡി എന്ന് പറയുന്നത് 3 ആണ്. സോ എ ഇസ് എ കറക്റ്റ് ആൻസർ. എ ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ 9th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ക്രോണോളജിക്കൽ ഓർഡർ ദ ഒക്കറൻസ് ഓഫ് ദി ഇവൻറ്റ്സ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓരോ ഇവൻറ്റ്സിൻ്റെയും എന്ത് ചെയ്യാം? വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്ത് പോകാം അല്ലേ? ഗ്രേറ്റ് ഡിപ്രഷൻ ഏത് ഇയറാണ്? 1929 വരുന്നത്. ഏത് വരെ ഉണ്ടായിരുന്നു? 1939 വരെ ഉണ്ടായിരുന്നു അല്ലേ? സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാലോ, 1939 വരെ ഉണ്ടായിരുന്നു അല്ലേ? 1929 മുതൽ 1939 വരെ. ആൻഡ് ദ ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം വരുന്നത് 1945 to 45 ആട്ടോ, നോട്ട് 43. ഇറ്റ്സ് 45 to എത്രയാണ്? 1973. 1945 to 1973 കേട്ടോ. 1945 to 1973. ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ വരുന്ന ഏതായിരുന്നു? സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945 അല്ലേ? അത് നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. 1939 to എത്രയാണ്? 1945 ആണ് എന്ത് പറയുന്നത്? സെക്കൻഡ് വേൾഡ് വാർ കേട്ടോ. 1939 to 1945 ആണ് എന്ത് വരുന്നത്? സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. 3 അല്ല, ഇറ്റ്സ് 3. പാനിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. 1945 ആണ് കേട്ടോ. ദെൻ സെറ്റിംഗ് അപ്പ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആൻഡ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഡിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് അല്ലേ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത് ഏത് ഇയറാണ്? 1995 ഇത് ചിലപ്പോൾ സിംഗിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. 1995 എന്ത് വരുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത്. ദെൻ സെക്കൻഡ് ഇൻ്റർനാഷണൽ ഓയിൽ ഷോക്ക് വരുന്നത് ഏത് ഇയറാണ്? 1979 to ഏതാണ്? 98 ആണ് കേട്ടോ. 98 ആണ്. സോ ഇതിലെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. ഹാൻഡ് റൈറ്റിംഗ് സംഭവം എനിക്ക് പാൻ ഇല്ലാത്തതുകൊണ്ട് കൈ വെച്ച് എഴുതുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കെങ്ങനെ എക്സാമിന് ഇത് കിട്ടണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഡേറ്റുകളും നിങ്ങൾ ഓർത്തേക്കുക. ഇതിൽ സെക്കൻഡ് വേൾഡ് വാർ നമുക്ക് കിട്ടുന്നതല്ലേ? 1939 to 1945. ദെൻ WTO ഗാർഡിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 ആണ് കേട്ടോ. അപ്പോൾ ഇതിലേതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഫസ്റ്റ് വന്നിട്ടുള്ള ഏതാണ്? യെസ്, ഫസ്റ്റ് വന്നിട്ടുള്ള എന്താണ്? ഗ്രേറ്റ് ഡിപ്രഷൻ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് വന്നിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. ദെൻ സി ആണ് അല്ലേ? സെക്കൻഡ് വേൾഡ് വാർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെക്കൻഡ് വന്നിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് വന്നിട്ടുള്ളത് ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. ദെൻ സെക്കൻഡ് വന്നിട്ടുള്ളത് ഏതാണ്? വേൾഡ് വാർ ആണ് അല്ലേ? വേൾഡ് വാർ ആണ് സെക്കൻഡ് വന്നിട്ടുള്ളത്. ദെൻ ബി ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബി വന്നിട്ടുള്ളത് മൂന്നാമത്. ദെൻ പിന്നെ വന്നിട്ടുള്ള ഏതാണ്? നാലാമത് വന്നിട്ടുള്ള ഏതാണ്? ഇ ആണല്ലേ? നാലാമത് വന്നിട്ടുള്ളത് ഇ ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈഡിൽ എഴുതി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷനിലേക്ക് പോവാം കേട്ടോ. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്. സോ ഇതിൽ 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡേറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓരോ ഡേറ്റുകളും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ദെൻ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഗിവൺ ബിലോ ആർ ദ 2 സ്റ്റേറ്റ്മെൻറ്റ് വെൻ ദ ഇക്കണോമി ഈസ് ഇൻ ഈക്വിലിബ്രിയം ട്രാപ്പ് LM curve is vertical. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈക്വിലിബ്രിയം ട്രാപ്പിൽ എന്ത് ചെയ്യില്ല? LM curve vertical ആവില്ല, മറിച്ച് എന്തായിരിക്കും? LM curve എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. മോണിറ്ററി പോളിസി ഈസ് ഇൻഎഫക്റ്റീവ് വെൻ ദ ഇക്കണോമി ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. മോണിറ്ററി പോളിസി എന്തായിരിക്കും? ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തായിരിക്കും? ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാത്തത്. എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് വീഡിയോ പോയിട്ട് എന്ത് ചെയ്യുക? കാണാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റ് ആണ്. സോ ഫോർത്ത് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിൻ്റെ ഡേറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. ഇത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യുക? സൈഡിലൊന്ന് എഴുതി തരാം. ഓക്കെ, ഇതൊന്ന് വൃത്തിക്ക് ഞാൻ എഴുതി തരാം. അപ്പം ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ 1929 നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാലും മതി. 1929 ടു എന്താണ്? 1939 ആണ് കേട്ടോ. 1929 to 1939 ആണ് എന്ത് വരുന്നത്? ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നത് കേട്ടോ.
കുറച്ച് വൃത്തിയിൽ എഴുതാൻ വിചാരിച്ചപ്പോൾ നല്ല വൃത്തിയിൽ വരുന്നുണ്ട്. എന്ത് ഗോൾഡൻ ഏജ് വരുന്നത് ഏതാണ്? ഗോൾഡൻ ഏജ് വരുന്നത് 1945 to 1945 to 1973. 1973. Then Second World War 1939 to 1945. അത് നമുക്കറിയാവുന്നതല്ലേ, നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. 1939 to 1945 കിട്ടിയോ? ഓക്കെ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഗാർട്ടിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ദെൻ 1995. ഓക്കെ. സെക്കൻഡ് ഇൻ്റർനാഷണൽ ഓയിൽ പ്രൈസ് ഷോക്ക് ഏതാ ഇയർ? 1979 to 1979 to ഏതാ? 98 ആണ് കേട്ടോ. 98 ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ. ഫസ്റ്റ് വരുന്നത് എ ആണല്ലേ. 1929 എ ആണ് ഫസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് 45-39. സെക്കൻഡ് വരുന്നത് സെക്കൻഡ് വേൾഡ് വാർ അല്ലേ. ദെൻ സി ആണ് സെക്കൻഡ് വരുന്നത്. 39 കഴിഞ്ഞിട്ട് 45 അല്ലേ. ബി ആണ് പിന്നീട് വരുന്നത് അല്ലേ. ACB എന്താണ്? ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം ആണ്. 45 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണ്? 79 അല്ലേ. സെക്കൻഡ് ഇൻ്റർനാഷണൽ ഓയിൽ ക്രൈസിസ് ആണ്. സോ ഇ ആണ് ഫോർത്ത് വൺ ആയിട്ട് വരുന്നത്. ഏറ്റവും ഫൈനലായിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ WTO ആണ്. ഡി ആയിട്ട് ഫൈനലായിട്ട് വരുന്നത്. ACB. ഇതിങ്ങനെ സൈഡിൽ നിങ്ങൾ എഴുതി വെക്കണേ, നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കണം എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് ഓപ്ഷനിലേക്ക് പോവാം. ACBED എന്ന് പറയുന്നത് 3 is the correct answer. 3 ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. യെസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫസ്റ്റത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ദെൻ സെക്കൻഡ് 10 questions കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ മസ്റ്റ് എന്ത് ചെയ്യാം? ഏതെങ്കിലും വീഡിയോ സ്കിപ്പായി പോയവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ഇരുന്നിട്ട് കാണാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.